പ്രീതേ, കോൺഗ്രസിൽ വീണ്ടും ഒരു കൂടോത്ര കഥയൊക്കെ കേൾക്കും. ഈ കൂടോത്ര കഥയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ചിരിക്കാനാണ്. കാര്യം ഇതൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നൊരു തോന്നൽ വരും. ഇതിൽ വളരെ നാൾ മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വീട്ടിലാണ് ഈ കൂടോത്ര കഥ. അതെ, ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞപ്പോ മനസ്സിൽ വന്നത് അദ്ദേഹത്തിന്റെ മുഖമാണ്. പിന്നെ സുധാകരന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. കെ സുധാകരനും അന്ന് വി എം സുധീരന്റെ വീട്ടിൽ വന്നു. തിരുവനന്തപുരത്ത് വി എം സുധീരന്റെ വീട്ടില് ഇപ്പൊ കണ്ടെന്ന് പറയുന്നു. ഇപ്പതേ വന്നിരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ തന്നെ ഒരു മുതിർന്ന നേതാവിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ ദേശീയ തലത്തിൽ പ്രധാന ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു നേതാവിനെ കൂടോത്രം വെച്ച് പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ ദേശീയ തലത്തിൽ പ്രധാന ഉത്തരവാദിത്തം നിർവഹിക്കുന്ന എന്ന് പറയുമ്പോഴും കേരളത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന എന്ന് കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ആരാണ് എന്നുള്ളത് നമുക്കൊരു ഊഹമൊക്കെ കിട്ടും. അപ്പോ ആ നേതാവിനെ പുകച്ച് പുറത്ത് ചാടിക്കുക. ഇനി നമുക്കറിയേണ്ട മൊട്ടയിലാണോ കൂടോത്രം ചെയ്തിരിക്കണേ എന്നുള്ളത് പുറത്തു വരേണ്ട വിഷയമാണ്. എന്തായാലും ഈ പറയുന്ന കൂടോത്രം ചെയ്ത വ്യക്തിക്ക്, ഈ നേതാവിന് ഇതിനു പുറമെ VS-ന്റെ സന്തത സഹചാരിയായിരുന്ന ചാനൽ ചർച്ചകളിലൊക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഇടത് നിരീക്ഷകനായിട്ടുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നിലും ഈ കൂടോത്രം ചെയ്യിപ്പിച്ച കോൺഗ്രസ് നേതാവിന്റെ കൈ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ദേശീയ തലത്തിലുള്ള നേതാവ്, കേരളത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന നേതാവ്. അപ്പോ ആ നേതാവിനെ പുകച്ചു പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് കൂലിക്ക് വന്നിരുന്ന് ചർച്ചയ്ക്ക് ഇടത് നിരീക്ഷകനെ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാവ്. ചേട്ടൻ എന്ത് തോന്നുന്നു? ഇത് പറയുമ്പോഴേ നമ്മൾ ഈ പിന്നെ കടങ്കഥ പറയുമ്പോഴും ആയിപ്പോവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലെ. ശരിക്കും നമ്മൾ ഈ വ്യക്തികളെ ശരിക്കും പറയേണ്ട കാര്യമുണ്ടോ? എന്ത് പറയുന്നു? ആ വ്യക്തികളെ പറഞ്ഞാൽ അതൊരു മോശമായി പോകില്ലേ എന്നൊരു തോന്നലുണ്ട്. അല്ല, ദേശീയ തലത്തിൽ എന്നൊക്കെ പറയുമ്പോ, ദേശീയ തലത്തിൽ എന്ന് പറയുമ്പോ ഇപ്പൊ സത്യത്തിലേ എനിക്കറിയില്ല എന്ത് പറയുന്നത്. നമുക്ക് 3 മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ആണ്. ഒന്ന് VD, ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് KC വേണുഗോപാൽ. ഇനി ആരെയൊക്കെ വേണമെന്ന് പ്രേക്ഷകർ ഊഹിച്ചിട്ടുണ്ട്. അല്ല, ഇതില് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാനെന്ന് പറയുന്നുണ്ടെങ്കിൽ ആകെ KC മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും പേര് ഞാൻ പറഞ്ഞു. അല്ല, അത് പ്രീത പറഞ്ഞില്ലെങ്കിലും ഞാനിങ്ങനെ ഊഹിച്ച് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. KC അത് നമുക്കെല്ലാം തോന്നിയിട്ടുണ്ട്. കാര്യം ഇവിടെ ഇത്രയും മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്നവർക്കല്ലേ ഒരാളൊക്കെ വിട്ടുപോയി. ഇനിയും പേരുകാരുണ്ട്. ഇപ്പോ VD സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ KC വേണുഗോപാല്, മാറ്റി നിർത്തിയിട്ടുള്ളവർ വേറെയുണ്ട്. ശശി തരൂരുണ്ട്. സഭയിൽ തിളങ്ങുന്ന കോട്ടയത്തെ പ്രമുഖനായ നേതാവ്, ഇത്രയും മാന്യനായി പെരുമാറുന്ന ഒരു നേതാവല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിന്നെ വേറെയും പേരുകൾ നിരവധിയുണ്ട്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത. നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ ആ മീറ്റിങ്ങിന് ഇരിക്കുന്ന അംഗങ്ങളുടെ എണ്ണം, നമ്മൾ ഈയിടയ്ക്ക് KPCC ഓഫീസിലെ കാര്യം സംസാരിച്ചല്ലേ വാർത്തകളിൽ, അതൊരു ആക്ഷേപം വീണ്ടും അവർക്ക് കേൾക്കേണ്ടി വന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ KC വേണുഗോപാലാണ് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൂചനകളിൽ രമേശ് ചെന്നിത്തല ആണോ അല്ലയോ എന്നൊക്കെ പലരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് 2 ഓപ്ഷനാണ് ഈ ചാനൽ ചർച്ചകളിൽ ഇടത് നിരീക്ഷകരായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്ന് ജോസഫ് സി മാത്യു, അദ്ദേഹം ആണൊരു ഇടത് നിരീക്ഷകൻ. അദ്ദേഹം ഇടത് നിരീക്ഷകൻ എന്ന് ചോദിച്ചാൽ ഇടത് നിരീക്ഷകനാണ്. VS-ന്റെ സന്തത സഹചാരിയായിരുന്നു. പിന്നെ ഷാജഹാൻ ഉണ്ട്, KM ഷാജഹാൻ. ഇതിൽ 2ാമത്തെ പേരാണ് എനിക്ക് തോന്നുന്നത്. കാര്യം KC വേണുഗോപാലിനെ അടപടെല്ലാം ചീത്ത വിളിക്കുന്ന വീഡിയോ ഒക്കെ ഈ അടുത്തിടയ്ക്ക് ഷാജഹാനാണ് ചെയ്തത്. KM ഷാജഹാനാണ് അത് ചെയ്തത്. VS-മായി ഇപ്പോഴും വളരെ അടുപ്പമുണ്ട്. ഈ കാണുന്ന രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും ഒരിടത്തും എത്തൂല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇതിൽ ചില ഇൻഡിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ നിരീക്ഷകനായി ഇരുന്ന ആള് പറഞ്ഞത് ഇന്നാരെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് KM ഷാജഹാൻ ആകാനാണ് സാധ്യത. കാര്യം ജോസഫ് സി മാത്യു സാറ് ഒരിക്കലും അങ്ങനെ കണ്ടെന്നും ആരെങ്കിലും പറയുന്ന കേട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ 2 പേരുകളാണ് നമുക്ക് തോന്നിയത്. ഒന്നുകിൽ KM ഷാജഹാൻ സാറോ അല്ലെങ്കിൽ ജോസഫ് സി മാത്യു സാറോ ആവാനാണ് സാധ്യത. പക്ഷെ ഇവർ ആരാണെങ്കിലും ഒന്നുകൂടി പറയാനുണ്ട്. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ് സെക്രട്ടറി നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പഴയ മാധ്യമപ്രവർത്തകനാണ്. അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ.
അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ ഭരണകാലത്ത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വൈബ്രൻ്റായി ഇത്തരം വിവരങ്ങൾ ഡേറ്റാസ് കൈമാറിയതിൽ ഒരു പങ്ക് ഈ പ്രസ് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. ആൾ മാതൃഭൂമിയിലെ പഴയ റിപ്പോർട്ടറാണ്, ഇന്ത്യ വിഷനിൽ കോൺഗ്രസ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇങ്ങനെ ഒരു എന്റെ ചേട്ടാ ഈ കൂടോത്രത്തിന്റെ ഒക്കെ പുറകെ നടക്കേണ്ട കാലം കഴിഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കൂടോത്രത്തിൽ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ കൂടോത്രത്തിൻ്റെ ഫലമാണെന്ന് സ്വയം ആശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ചെയ്ത ആൾക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൂടോത്രം എന്ന് പറയുന്ന മനസുഖം നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കാര്യം എന്ന് വെച്ചാൽ പ്രീത, ഇതിനകത്ത് കൂടോത്രം അല്ല ചേട്ടാ, ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ ഇവരെല്ലാവരും തന്നെ നല്ലൊരു പൊസിഷനിലാണ്. എല്ലാവരും നോക്കൂ, ഈ ചെന്നിത്തല, സതീശൻ, തരൂര്, ഈ പറയുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ജനങ്ങളിൽ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന നേതാക്കളല്ലേ. പക്ഷെ നമുക്കത് ജനങ്ങൾക്ക് അവരോട് ഹൈപ്പുണ്ട്, പക്ഷെ അവർക്ക് സ്വയം തോന്നണ്ടേ, അവരൊക്കെ ഇത് ഒരിക്കൽ രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളും കൂടോത്രം അത് കണ്ടെടുക്കലും തോണ്ടിയെടുക്കലും ഒക്കെയായിരുന്നു, ബഹളായിരുന്നു. നാണം കെട്ടുപോയതാണ് പാർട്ടി. അന്ന് നാണം കെട്ടുപോയത് തമാശയായിരുന്നു. പിന്നെ കെ സുധാകരൻ വെച്ചിട്ടുണ്ടായിരുന്നു, കെ സുധാകരൻ ഈ കൂടോത്രം വെച്ചിട്ടുണ്ടായിരുന്നു. കെ സുധാകരൻ അന്നത്തെ കൂടോത്രം ഇപ്പോഴാണോ ഏറ്റത്? അദ്ദേഹത്തിന് അനാരോഗ്യമായിട്ട് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അന്നത്തെ കൂടോത്രം പറയാൻ പറ്റില്ല, ചിലതിന്റെ ഫലം കിട്ടുന്നത് വൈകിയായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇത്രയും ചിരി വരുന്നത് എന്താണെന്നറിയോ, ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രം വെച്ചതല്ലേ നമ്മൾ. അദ്ദേഹം ഇപ്പൊ ആണെങ്കിൽ കുറി പോലും തൊടവില്ല, സ്ഥിരം കുറി തൊട്ടോണ്ട്. ഞങ്ങൾ പഴവങ്ങാടി ഗണപതി കോവിലെ ഗണപതിയുടെ കുറിയാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത്. പഴവങ്ങാടി ഗണപതി കോവിലെ കരി എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ അദ്ദേഹം അങ്ങ് അങ്ങോട്ട് കാസർഗോഡ് എത്തിയപ്പോ നെറ്റിയിലെ കുറി പോയി. അല്ല, ഏറ്റവും വലിയ തമാശ പറഞ്ഞുതരാം. ഈ രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ടുള്ള കൂടോത്രത്തിന്റെ കഥ നമ്മൾ അറിയുന്ന ഒരു പാവം നേതാവുണ്ട്. അത് പ്രീതിക്ക് അറിയാവുന്ന ഒരാളാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട് എറണാകുളത്തെ. പാവം, അയാളുടെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ വരെ കൊണ്ടുവന്ന് ചാർത്തി. കാര്യം അദ്ദേഹത്തിനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം കാസർഗോഡ് ഒരു സീറ്റ് മത്സരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പൊ ഗവൺമെന്റ് പരാതിയൊക്കെയാണ് വന്നേ. അദ്ദേഹമാണ് ഇത് ചെയ്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ആ മനുഷ്യ അതിലൊന്നും പെട്ട ഒരാളുമില്ല. അതായത് ഉണ്ണിത്താനെ കവടി വെച്ച് നോക്കണ പരിപാടി ഉണ്ട്. ഉണ്ണിത്താൻ ഇതെല്ലാം ഉണ്ട്. അല്ല, സ്വയം നോക്കുകയില്ല ഉണ്ണിത്താൻ. നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല. ഇപ്പോ കോടിയേരി ബാലകൃഷ്ണൻ ഇത് പറയുമ്പോഴേ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നു, പിണറായിയുടെ അരയിൽ കെട്ടിരിക്കുന്ന രസമണിയുടെ ഒരു കഥ പറയുന്നുണ്ട്. വളരെ രസകരമായിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കാം, ദൈവമേ, പിണറായി പോയില്ലെങ്കിലും പിണറായിക്ക് വേണ്ടി കമലച്ചേടത്തി പോകുന്നുണ്ടല്ലോ എന്ന്. അല്ല, അപ്പോ ഞാൻ പറഞ്ഞത് കൊടികുത്തിയ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശവാദം ചെയ്യുന്ന പിണറായിയെ പറ്റി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അത്തരത്തിൽ പറയണം, പബ്ലിക്കായി പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും അറിയാതെ ആയിരിക്കില്ല. അങ്ങനെ ഉണ്ട്. അതിനെ എന്നാ പിന്നെ തിരിച്ചു പറയണ്ടേ? എല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും തികഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അതിനൊക്കെ പകരം വീട്ടുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണൻ, എല്ലാവർക്കും ഉണ്ട്. മരണപ്പെട്ടു പോയ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി പൂമൂടലിന് പോയ കഥ കേട്ടിട്ടുണ്ട്. പൂമൂടൽ എന്ന് പറഞ്ഞ ഇവിടെ അദ്ദേഹം പോയില്ലല്ലോ എന്ന് അവർക്ക് പറയാലോ. അദ്ദേഹം പോയോ ഇല്ലെന്ന് ആർക്കറിയാം? അദ്ദേഹം പോയില്ല. അദ്ദേഹം പോയ എല്ലാവരും തിരിച്ചറിയും. ശരി, ആവട്ടെ. തിരുവനന്തപുരം. പക്ഷെ ഭാര്യയ്ക്ക് പോവാം, ഭർത്താവിന്റെ നല്ലതിന് വേണ്ടി അരയിൽ ഏലസുള്ള നിരവധി നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ട്. എന്റെ പൊന്നെ, ഈ ശബരിമലയിൽ സ്ഥിരം വരുന്നതാണ്. അല്ല, അപ്പോൾ CPM-ന്റെ കാര്യം അങ്ങനെ, കോൺഗ്രസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്തായാലും ദേശീയ നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണല്ലോ പറയുക, ഉറ്റുനോക്കുകയാണെങ്കിൽ അത് KC ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ KCക്ക് എന്തെങ്കിലും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടോത്രത്തിന്റെ പണിയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഇവിടെ ഇരിക്കുന്നവർക്ക്? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യും? അല്ല, അവര് ചെയ്ത നമ്മൾ സംസാരിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സുധാകരന് കിട്ടിയ പോലെ വൈകിയാണെങ്കിൽ ഒരു പണി KCക്ക് വരും. അങ്ങനെ ഒരു പണിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസത്തിന് കുറച്ചു നാളത്തേക്കൂടെ കഴിഞ്ഞ കേസ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്നാൽ മതി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാലും മതിയല്ലോ. അതെ, ഫലം കിട്ടും. ഈ ചെയ്തതിന്റെ ഫലം കിട്ടും. ഏതായാലും ചിരിക്ക് വകയുണ്ടായിക്കൊണ്ട് KC വേണുഗോപാലിനെതിരെ ഇത്തരത്തിൽ കൂടോത്രം ചെയ്ത് ആരാണെന്ന് ഞങ്ങളത് വ്യക്തമായി പറയുന്നില്ല. അത് ആരാണെന്ന് ചെയ്തവർക്ക് വ്യക്തമായി അറിയാം. നമ്മൾ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, പക്ഷെ എനിക്ക് കൂട്ടത്തിൽ പറയാനുള്ളത് കൂടോത്രമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൊട്ടയിൽ കൂടോത്രമാണോ അല്ലാത്തതാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും.